എല്ലാവർക്കും ശ്രേയാശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങൾ നേരത്തിലുള്ള വീഡിയോസ് എല്ലാവരും കണ്ടു കാണും. എന്നെ എൻ്റെ സ്കൂളിൽ തന്നെ ചീഫ് ഗസ്റ്റായി വിളിച്ചിരിക്കുകയാണ്. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഒരാളാണ് എനിക്ക് ഒരിക്കലും, അല്ല രണ്ടാൾക്കാരുണ്ട്. ഒരു ഫ്രണ്ട് ഇത്രോത്തിലോട്ട് അല്ല, ഒരു മൂന്നാൾക്കാരുണ്ട് എന്നെ ഇവിടോട്ട് ആഗ്രഹിച്ച് ഇത്ര എത്തിപ്പിച്ച് തന്നെ. ദൈവം ദൈവം അല്ല, നാലാൾക്ക്, സോറി, ദൈവം. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ പേരൻസ്, അവരാണല്ലോ നമുക്ക് എൻ്റെ ഇതെല്ലാം കാര്യങ്ങൾ നോക്കുന്ന അവരാണ്. അപ്പോൾ ആ പേരൻസ്, എൻ്റെ അച്ഛനും അമ്മയും, അവർ, പിന്നെ മഴവിൽ മനോരമ, പിന്നെ എൻ്റെ സ്കൂളാണല്ലോ. അപ്പോൾ സ്കൂളിലുള്ള എല്ലാവരും എൻ്റെ ഒരു ആൾക്കാരാണ്. അപ്പോൾ ഈ 4 ആൾക്കാർക്കും ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. ഞാനിങ്ങനെ ഈ മഴവിൽ മനോരമ കയറിയപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല എനിക്കിങ്ങനെ ആവുമെന്ന്. അത് മാത്രമല്ല, എനിക്ക് ആ ഫ്ലെക്സൊക്കെ വെച്ചപ്പോഴല്ലോ, അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവിടെ ചെന്ന് കയറി. അപ്പോഴേക്കും നമ്മുടെ എന്തോ ഇതൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഡ്രംസൊക്കെ കൊട്ടിയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് പോയത്. അത് മാത്രമല്ല, ഇങ്ങനെ ദീപമൊക്കെ കൊളുത്തി, അത് മാത്രമേ കുറേ ഒരു ഷീൽഡ് കിട്ടി. ഷീൽഡ് എന്ന് പറയാം, നമ്മുടെ ഗ്രേഡ് 2 എന്നൊക്കെ പറഞ്ഞ് ഉള്ളൊരു ഇതും കിട്ടി. ഞാൻ പിന്നെ പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗമൊക്കെ എന്താണോ എന്തോ എനിക്കറിയാൻ വയ്യ. ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ ഒപ്പിച്ച്, എനിക്കാണെങ്കിൽ അത് പറ്റുന്നില്ല. അത് കാണാൻ അത് പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാനൊരു ഇതില്ലായിരുന്നു. പിന്നെ ഗിഫ്റ്റ് തന്നു. അത് നല്ലൊരു ഗിഫ്റ്റായിരുന്നു. എനിക്ക് അതിൽ ഭയങ്കര ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു സമ്മാനം കൂടെ ഉണ്ടായിരുന്നു, സ്കിറ്റ് എന്ന് പറയുമ്പോൾ, നല്ല സ്കൂളിൽ സ്കിറ്റൊക്കെ കുളിക്കാൻ അതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ. അത് സ്കിറ്റ് ഞങ്ങൾ ചെയ്തിട്ട് ഞാൻ മൂവിങ് ആയിട്ട് എനിക്കിങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അച്ഛൻ അങ്ങനെ അത്രയും ഇല്ല. അവിടെ തന്നെ ഇരുന്ന് അച്ഛൻ ചെയ്ത്, അച്ഛൻ്റെ കാര്യം ഓക്കെ. പക്ഷെ ഞാനിങ്ങനെ അവിടെ നിന്നൊക്കെ മൂവ് ചെയ്തൊക്കെയാണ് വരുന്നത്. അത് കാണാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് അവിടെയൊക്കെ ചെന്ന് കയറിയപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എൻ്റെ പോണി, എൻ്റെ ഫുൾ ഇതാണ് നമ്മുടെ ഇതൊക്കെ എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം കണ്ട് കിട്ടിയ രാത്രി അച്ഛൻ പറയും, മോനി എല്ലാം നല്ലപോലെ കിടന്നു. എനിക്ക് ഒരു പ്രശ്നമില്ല. രാവിലെ എണ്ണീറ്റ് അച്ഛനും അമ്മയും പറഞ്ഞ് പ്രിൻസിപ്പളിനെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടാത്തൊരു പേരായിരുന്നു മറ്റേ വൈസ് പ്രിൻസിപ്പൾ. മനസ്സിലാത്തവരുണ്ടെങ്കിൽ പ്രിൻസിപ്പളില്ലേ, നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പളിനെ, ഇപ്പോൾ സ്കൂൾ പ്രിൻസിപ്പളിന് ചെറിയ രീതിയിൽ കഴിയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കുന്ന ഒരാളാണ് വൈസ് പ്രിൻസിപ്പൾ. ആ മിസ് എൻ്റെ പേരാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. എൽസി ഇപ്പോഴും കിട്ടുന്നില്ലത്. എലിസബത്ത് എന്നാണ് കേട്ടോ ഈ പേര്. പിന്നെ ഭദ്രദൈവം കൊളുത്തി, അതെല്ലാം ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്തു, സ്കിറ്റ് ചെയ്തു. എന്നാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്, എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ ഡ്രംസ് ഉണ്ട്. പിന്നെ ഈ പിപ്പിരി അതൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ എന്തോ പേരെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അടിപൊളിയായിട്ട് എനിക്കത് പാട്ടാണ് ഇഷ്ടപ്പെട്ടത്. ഞങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടുപോയത്. ഡ്രംസ് എല്ലാം കൊട്ടി സ്വീകരിച്ച്. പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു, വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു. അത് നമ്മുടെ പള്ളിയുള്ള ആൾക്കാരൊക്കെ ഒരാളുണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു. സ്റ്റുഡൻസ്, എനിക്ക് നമ്മളിവിടെ ഒന്നാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള എങ്ങാണ്ടുള്ള പിള്ളേരെയാണ് വിളിച്ചത്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്റ്റേജിൽ ഞാൻ വന്നിരിക്കുമെന്നേ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുന്നില്ല. എനിക്കങ്ങനെ വരുമോ എനിക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ ഇതൊക്കെ കണ്ടു, വ്ലോഗും എല്ലാം കണ്ടു കാണും. ഞാൻ ഇത്രയും പറഞ്ഞു വലിച്ചു നീട്ടിയൂരി. ഇനി ഞാൻ ഒറ്റൊരു കാര്യം പറയാം. സോറി ഫ്ലെക്സ് ഒക്കെ വെച്ചു. അത് മാത്രമല്ല, ഒറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. മഴവിൽ മനോരമയുള്ള കാത്യസൂര്യ അങ്കിളിനെ ഞാൻ ഒന്ന് അനുകരിക്കാൻ പോവാണ് കേട്ടോ. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരു ചിരി ഇരിച്ചിരി ബമ്പർ ചിരി അവതരിപ്പിക്കുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇത് കാത്യസൂര്യ അങ്കിൾ മഴവിൽ മനോരമയിലെ ഫസ്റ്റത്തെ ഇൻട്രോയാ. ഞാനത് കട്ടെടുത്ത് ഇവിടെ കാണിച്ചതാ. നിങ്ങൾ ദയവ് ഇതുപോലെ പറയരുത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അതിൻ്റെ കുറച്ചാണ് ഞാൻ പറയാം. പിന്നെ എനിക്ക് അവിടെ വെച്ചൊരു 2 പേരുകൾ കിട്ടി പറയാം. ഒന്ന് നാച്ചുറൽ തലവി, പിന്നെന്തുവാ ജൂനിയർ മഞ്ജുപിള്ള. ഈ 2 എണ്ണം എനിക്ക് ചേരുന്നില്ലേ. ഇത് ആരാ പറയുന്നത് നിങ്ങളിപ്പോൾ ചിന്തിക്കും. ഞാൻ പറഞ്ഞുതരാം. നാച്ചുറൽ തലവി എന്ന് പേരിട്ട് നാച്ചുറൽ എന്നാണ് ബിബിൻ ചേട്ടൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ
മഞ്ജു ചേച്ചി പറഞ്ഞു ഇവളെ നമുക്ക് നാച്ചുറൽ തലേവി എന്ന് വിളിച്ചാലോ എന്ന്. അങ്ങനെ എനിക്ക് ആദ്യമേ സ്കിറ്റിൽ എനിക്ക് നാച്ചുറൽ തലേവി എന്ന പേര് കിട്ടി. പിന്നെ എനിക്ക് ഇവിടെ വന്നപ്പോൾ നമ്മൾ സ്പോട്ട് ഓഡിഷൻ വന്നപ്പോഴാണ് ഇവർ പറയുന്നത് ഇവൾക്ക് എന്താ ഒരു എന്തു പറയണേ ആ ജൂനിയർ മഞ്ജുപിള്ള എന്ന് പേരിട്ടാണല്ലോ അത്. എനിക്ക് നാച്ചുറൽ തലേവി എന്ന് പേര് അങ്ങനെ കിട്ടിയ ബിബിൻ ചേട്ടനാണ് പറഞ്ഞത് ഇവളെ നമ്മൾ നാച്ചുറൽ എന്ന് വിളിച്ചാലോ. അപ്പൊ മഞ്ജു പറഞ്ഞു നാച്ചുറൽ തലേവി എന്ന് വിളിച്ചാലോ എന്ന് പേരിട്ട് അങ്ങനെ എനിക്ക് നാച്ചുറൽ തലേവി പേര് കിട്ടിയത്. പിന്നെയാണ് ജൂനിയർ മഞ്ജുപിള്ള. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പോട്ട് ഓഡിഷൻ ചെന്നപ്പോൾ നസീർക്ക പറഞ്ഞ് ഇവിടെ കാണാൻ ഏതോ ഒരു ജൂനിയർ മഞ്ജുപിള്ളേനെ പോലെ തന്നെയാണ്. അങ്ങനെ എനിക്ക് 2 പേരും കിട്ടി. പിന്നെ സ്കിറ്റിലുള്ള പേര് സ്പോട്ട് ഓഡിഷനുള്ള പേരാണ് തൂത്തിക്കുടി കമലാക്ഷി. അത് അമ്മ പ്രൊഫസർ ചെയ്തതാണ്. പിന്നെ മിറണു അതും അച്ഛനും അമ്മയും ആരാണ്ട് പ്രൊഫസ് ചെയ്തതാണ്. എനിക്കറിയത്തില്ല അത് ആരാ ചെയ്ത്, എങ്കിലും 2 പേരും ഒരാളാണ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അവിടെ ചെന്നിട്ട് എനിക്ക് കുറേ ഫ്രണ്ട്സിനുണ്ട്. സ്പോട്ട് ഓഡിഷനിലൊക്കെ ആകുമ്പോൾ എനിക്ക് ഇത് പേരുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റാണ് ഈ സ്പോട്ട് ഓഡിഷൻ വരുന്നത്. വൈകുന്നേരമാണ് ഈ ഫുൾ സ്പോട്ട് ഓഡിഷനിലേക്ക് കിട്ടണേ. അപ്പോൾ ഈ സ്കിറ്റ് ആകുമ്പോൾ എൻ്റെ സ്കിറ്റ് എൻ്റെ പൊന്നെ എൻ്റെ അച്ഛന് വെളിവില്ലായിരുന്നു കേട്ടോ. എനിക്കറിയാൻ വയ്യാണ്ട് പോയി എൻ്റെ അടുത്ത് പറയാം ഡാൻസ് കളിക്കോ. എനിക്ക് തോന്നുന്നു അവരെങ്ങാണ്ട് കട്ട് ചെയ്തതാണ്. എന്നിട്ട് അച്ഛനെ തുള്ളി കളിച്ചുകൊണ്ട് വരുന്നേ. എന്നിട്ട് അച്ഛന് പോലും അറിയത്തില്ല തുള്ളിയോ ഞാൻ മാറിയോ ഞാൻ എവിടെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ തുള്ളുന്നുണ്ട്. ഞങ്ങൾ ആ സ്കിറ്റ് ഫുൾ എപ്പിസോഡ് നോക്കിയപ്പോൾ ഇങ്ങനെ തുള്ളി കളിച്ചുകൊണ്ട് വരുക. ആമക്കുഞ്ഞൊക്കെ നടക്കത്തില്ലേ അതേമാതിരി ഇങ്ങനെ തുള്ളി വരിക. ഞാനിവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇങ്ങനെ നടക്കുന്ന അതിങ്ങനെ. അത് മാത്രമല്ല എൻ്റെ ഈ സ്പീക്കൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും പ്രിൻസിപ്പളിൻ്റെ സ്പീക്ക് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് കൂടെ സമയമില്ലായിരുന്നു. നമ്മൾ സ്കിറ്റിനല്ല, ഞങ്ങളുടെ അവിടെ ഭയങ്കര 11:30ക്കാണ് അവിടെ തുടങ്ങുന്ന പ്രോഗ്രാം. അതാണ് ഞങ്ങൾ സ്കിറ്റൊക്കെ പെട്ടെന്ന് കളിച്ച് ഞങ്ങൾ തീർത്തോണമെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ ബിൻസി മിസ്സിൻ്റെ വീട്ടിൽ പോയി മിസ്സിൻ്റെ കനികം വാങ്ങി. ബിൻസി മിസ് ആരാന്ന് നിങ്ങൾക്കറിയാവോ? എൻ്റെ 1ാം ക്ലാസ്സിലത്തെ ഹിന്ദി ടീച്ചറായിരുന്നു ബിൻസി മിസ്. ബിൻസി മിസ് എന്തോ പ്രോഗ്രാമിനെങ്ങാണ്ട് പോയപ്പോൾ കാലൊടിഞ്ഞ് കിടക്കുമായിരുന്നു. അങ്ങനെ വയ്യാണ്ടായി. എൻ്റെ പ്രോഗ്രാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അയ്യോ എൻ്റെ സ്നേഹക്കുട്ടിയുടെ പ്രോഗ്രാമല്ലേ, എനിക്ക് തീർച്ചയായും കാണണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കാണാൻ പറ്റിയില്ല. മിസ്സിൻ്റെ കാലൊടിഞ്ഞിരിക്കുക ഇപ്പം. അപ്പം ഞാൻ പറഞ്ഞു മിസ്സിനെയൊക്കെ ഓർക്കണം, എനിക്കത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി. ഭയങ്കര സന്തോഷമായിരുന്നു. ആ മിസ്സിൻ്റെ കാലൊക്കെ തൊട്ട് വന്നിച്ച് മിസ്സ് പറഞ്ഞു സാരമില്ലടാ കുഴപ്പമില്ല, മിസ്സ് പഠിപ്പിച്ച എല്ലാവരും ഇങ്ങനെ കലക്ടറും അങ്ങനെയൊക്കെ ഉള്ളവരാ, നീയും അങ്ങനെ ആവട്ടെ എന്ന് മിസ്സിനെ അനുകരിച്ചെങ്കിൽ അത് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി അങ്ങനെ എല്ലാവരും പറയാൻ വേണ്ടിയിട്ടും ഇതുണ്ടാവട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് വലിയൊരു സന്തോഷം. ആ മിസ്സ് മാത്രമേ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ മോള് കലക്ടർ ആവട്ടെ ഇങ്ങനെയൊക്കെ. ചില ആൾക്കാരൊക്കെ പറഞ്ഞു മോള് ഡോക്ടർ ആവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നു നിശ്ചയ എനിക്ക് ഇത്രയും കഴിവുണ്ടെന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കണേ. ഞാൻ ഇത്രയും വരെ കൊണ്ടുവച്ചിട്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഞാൻ ആദ്യമേ നേരത്തെ തന്നെ നന്ദി പറഞ്ഞു. ഇപ്പോഴും ഒന്നും കൂടെ ഞാൻ നന്ദി പറയുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ബൈ.